ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി മുരിങ്ങയിലയും പരിപ്പും കൂടെ ഒരു തോരൻ വെച്ചെടുത്തതാണ്. ഈ നോയമ്പ് സമയത്തൊക്കെ ഈ തോരന് എല്ലാവർക്കും ഈസി ആയിട്ട് വെച്ചെടുക്കാവുന്നതാണ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു റെസിപ്പിയാണ്. എന്നാലും അരിയൊക്കെ ഇട്ട് കടുക് വറുത്തെടുത്ത ഈ മുരിങ്ങയില പരിപ്പ് തോരന് ഭയങ്കര രുചിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ മുരിങ്ങയില പരിപ്പ് തോരൻ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം. മുരിങ്ങയിലയും പരിപ്പും കൂടെ തോരൻ വെക്കുന്നതിന് ഞാൻ 1 കപ്പ് മുരിങ്ങയില എടുത്ത് ഇലയെല്ലാം വേറെ എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഒരു 3 ടേബിൾ സ്പൂൺ പരിപ്പ് ഞാൻ ഇതിലൂടെ ചേർക്കാനായിട്ട് വേവിച്ച് വെച്ചിരിക്കുകയാണ്. നമുക്ക് ഈ മുരിങ്ങയിലയും പരിപ്പും കൂടെ ഒന്ന് തോരൻ വെക്കാം. ഈ തോരൻ്റെ അരപ്പിനായിട്ട് ഞാനൊരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളിയുടെ 4 അല്ലി എടുത്തിട്ടുണ്ട്, കുറച്ച് ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് അരയ്ക്കാം. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, ഒരു 1/4 ടീസ്പൂൺ ചെറുജീരകവും കൂടി ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് ചതച്ചുകൊണ്ട് വരാം. തോരൻ വെക്കുന്നതിനായിട്ട് നമ്മൾ അരപ്പെല്ലാം ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുരിങ്ങയില ഒന്ന് തോരൻ വെച്ചെടുക്കാം. തോരൻ വെക്കുന്നതിന് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കൊരു 1/4 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ അരിയും കൂടി ഇട്ട് കൊടുക്കാം. തോരൻ വെക്കുന്നതിന് പണ്ടൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ അരിയും കടുക് വറക്കാനായിട്ട് ഇടുമായിരുന്നു. അരിയൊക്കെ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 5 ചുമന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കാം. ഒരു വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി മുളകും ഒക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരച്ചെടുത്ത് വെച്ചിരുന്ന അരപ്പും കൂടെ ചേർക്കാം. ഒന്ന് വഴറ്റിയെടുക്കാം. അരപ്പൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് മുരിങ്ങയില കഴുകി വൃത്തിയാക്കി വെച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി എല്ലാം കൂടി ഒന്ന് യോജിപ്പിക്കാം. ഇതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ വെന്ത പരിപ്പും കൂടെ ഇടാം. മുരിങ്ങയില എളുപ്പം വെന്ത് കിട്ടും. പരിപ്പ് ഞാൻ വേവിച്ച് വെച്ചിരുന്നതാണ്. എല്ലാം കൂടി ഒന്ന് ചേർത്ത് ഇളക്കിയെടുക്കാം. ചെറു തീയിലാണ് ഞാൻ ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. അടച്ച് നമുക്ക് മുരിങ്ങയില ഒന്ന് വേവിച്ചെടുക്കാം. മുരിങ്ങയില ഫുൾ വെന്ത് കുഴഞ്ഞു പോകരുത്. നമുക്ക് ഇലയൊക്കെ ഒന്ന് വെന്തോന്ന് നോക്കാം. പരിപ്പും മുരിങ്ങയില എല്ലാം കൂടെ നന്നായിട്ട് ഒരുപോലെ വെന്തിരിക്കുകയാണ്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. വളരെ പെട്ടെന്ന് നമുക്ക് ഈ നോയമ്പ് സമയത്തൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു തോരനാണ് മുരിങ്ങയിലയും പരിപ്പും കൂടെ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും അറിയാവുന്ന ഒരു റെസിപ്പിയുമാണ്. എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നല്ല വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ.